ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ നിർമ്മാണം തുടങ്ങി. തറക്കല്ലിട്ട് ഉദ്ഘാടനം നടത്തി 142 ദിവസങ്ങൾക്ക് ശേഷമാണ് മേപ്പാടി കുന്നമ്പറ്റയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഫെബ്രുവരി 26 തറക്കല്ല് ഇപ്പോൾ കാണാൻ പോലുമില്ല. കടുത്ത വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇപ്പുറം ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെ കോൺഗ്രസ് വീടുകളുടെ നിർമ്മാണം തുടങ്ങി. കണ്ടില്ലേ, 142 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വീടിന് 30 ലക്ഷം ചെലവാക്കി വയനാട്ടിൽ വീട് പണി തുടങ്ങി. ആദ്യഘട്ടത്തിൽ 18 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് നമ്മുടെ കോൺഗ്രസ്. ഫണ്ട് എവിടെ, വീട് എവിടെ, കോൺഗ്രസ് എന്നുള്ള ചോദ്യത്തിന്, കമ്മികളുടെയും സംഘികളുടെയും ഒക്കെയുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമായിട്ട് കൊങ്ങികൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ സിദ്ദിഖ് സാറെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ. 142 ദിവസങ്ങൾ കഴിഞ്ഞു. 2024 ഈ കേരളം കണ്ട ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമായിട്ടുള്ള ചൂരൽമലയിൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടാവുന്നത്. അവിടെ ഉണ്ടായ ദുരന്തത്തിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന, ഹൃദയപക്ഷം എന്ന് പലരും വിളിക്കുന്ന ഒരു നേതാക്കന്മാരുടെ സംഘടന അല്ല ഒരു പാർട്ടി ആ സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന രീതിയിൽ, അവർക്ക് ആവശ്യപ്പെട്ട രീതിയിൽ എന്തൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ വേണോ ആ രീതിയിലെല്ലാം ഒരുക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകുകയും, ആ വെറും വാഗ്ദാനം നൽകുക മാത്രമല്ല ചെയ്തത്, പറഞ്ഞതുപോലെ തന്നെ അവർക്കെല്ലാവർക്കും ഒരുമിച്ച് കയറി താമസിക്കാൻ ആകും വിധം ആ വീടുകളുടെ നിർമ്മാണം അവരാരംഭിക്കുകയും ചെയ്തു. പറഞ്ഞ് ഒരാഴ്ച അല്ലെ 2 ആഴ്ചയ്ക്കകത്ത് തന്നെ വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇവിടെ 2024 ഈ സംഭവം ഉണ്ടായതിൻ്റെ അന്ന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അന്നത്തെ അധ്യക്ഷനായിരുന്നൊരു മഹാനുണ്ടായിരുന്നു, പെണ്ണുപിടിയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. ഈ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താ? ഞങ്ങളുടെ വീട് പണി 50 വീടുകൾ ആദ്യഘട്ടമായിട്ട് യൂത്ത് കോൺഗ്രസ് വെച്ച് നൽകും. പിന്നീട് ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ചെയ്യും. പിന്നെ ലീഗിൻ്റെ വീട് പണി വേറെ സൈഡിൽ കൂടെ നടക്കും. ഇതൊക്കെയാണ് അന്ന് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് കുറേ പെണ്ണ് കേസും വന്ന് കുറേ പെണ്ണുപിടിയും ഒക്കെ ആയിട്ട് ആളങ്ങ് വേറെ വഴിക്ക് പോയി. അപ്പോഴും ഈ ദുരന്തബാധിതർ ഇവിടെയുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷവും വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നുവെന്ന് പല സമയങ്ങളിലും പല രീതിയിലും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ നമ്മുടെ ടി സിദ്ദിഖ് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു അവസാന വാക്കായിട്ടാണ് ഇന്ന് ഈ വീടിൻ്റെ പണികൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നത്. 142 ദിവസങ്ങൾക്ക് ശേഷം വീടിൻ്റെ പണികൾ ആരംഭിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഭരണപക്ഷം അധികാരത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണവർഗം അധികാരത്തിൽ വരുമ്പോൾ ഇവരാദ്യം മുൻഗണന നൽകേണ്ടത് ഇത്തരം വിഷയങ്ങളല്ലേ? ഇവരെന്തിലാണ് ആദ്യം മുൻഗണന നൽകിയിരിക്കുന്നത്? ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനേക്കാൾ വലിയൊരു ഇമ്പോർട്ടൻസ് ഇവർ കണ്ടത് സലീം കുമാറിനും അതേപോലെ തന്നെ ഗായകനും ഒക്കെ സ്മാരകം പണിയുന്ന കാര്യങ്ങളിലായിരുന്നു. അതിനു വേണ്ടിയിട്ട് പൊതുഖജനാവിൽ നിന്ന് 1 കോടി രൂപ നീക്കി വെച്ചതും നമ്മൾ കണ്ടതാണ്. എന്നാൽ വയനാട്ടിലെ ആ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്നിപ്പോൾ ഇവർ നിർമ്മിക്കാൻ പോകുന്നത്, ഇവർ പറഞ്ഞിട്ടുള്ള 100 വീടുകളിൽ 18 വീടുകളുടെ നിർമ്മാണമാണ്. ബാക്കി ഇനിയുള്ള വീടുകളുടെ നിർമ്മാണം എന്ന് തുടങ്ങും, എന്ന് അവസാനിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുടനെ ഉണ്ടാകത്തുമില്ല. ഇത് ചൂരൽമലയിൽ ഈ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഇടതുപക്ഷം പേര് നൽകിയ ആ ഒരു വലിയ സാമ്രാജ്യം, അവിടേക്ക് ഇപ്പോഴും കയറി താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, അല്ലെ ഇവർ വാങ്ങിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് ഇവർ പറഞ്ഞതുപോലെ വീട് നിർമ്മാണം തുടങ്ങാൻ പോകുന്നത്. എന്താണ് വയനാട്ടിലെ ചൂരൽമലയിലുള്ള ആ ഒരു ദുരന്ത ബാധിതരുടെ ഓൾറെഡി എല്ലാം നഷ്ടപ്പെട്ട് വീടുകളിലേക്ക് എന്നത്തേക്ക് കയറി താമസിക്കുമെന്ന് പോലും അറിയാത്ത ആളുകളുടെ അവസ്ഥ? അതിൻ്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഇനിഷ്യേറ്റീവ്? നിങ്ങളിപ്പോൾ ആരുടെയോ കണ്ണിൽ കുറച്ച് പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീടിന് 30 ലക്ഷം എന്ന് പറയുമ്പോൾ 5.5 കോടി രൂപ ഇവർ പിരിച്ചുവെന്നും ഇവർ അതിൽ 6 കോടി രൂപയിലധികം സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ചിലവായി എന്നും അതിനേക്കാൾ കൂടുതൽ പൈസ ആപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പോയും എന്നൊക്കെ ഇവർ അവകാശപ്പെടുമ്പോൾ അതിനെയെല്ലാം ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് ഈ 30 ലക്ഷം രൂപ വീതം ഒരു വീടിന് വെച്ച് ഞങ്ങൾ നൽകുന്നു എന്ന് പറയുന്നതിൽ കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഒരു കുറച്ച് നാളത്തേക്ക് ഇവർക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, അത് മാത്രമാണ് ഇന്ന് ഇവർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രഹസനങ്ങളാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ പിണറായി വിജയനും സംഘവും ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് ചെയ്തതെന്നും ഇന്ന് UDF അധികാരത്തിൽ വന്നപ്പോൾ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നുമുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അതിൻ്റെ ബാക്കി ഒന്ന് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളെ പറ്റി പറയാം. ഫെബ്രുവരി 26 തറക്കല്ല് ഇപ്പോൾ കാണാൻ പോലുമില്ല. കടുത്ത വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇപ്പുറം ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെ കോൺഗ്രസ് വീടുകളുടെ നിർമ്മാണം തുടങ്ങി. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക 18 വീടുകൾ. അപ്പൊ 18 വീടുകൾ എന്ന് പറയുമ്പോൾ 30 ലക്ഷം രൂപ ഒരു വീടിന്റെ ചെലവിൽ 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടി
ഒരു ഭവന സമുച്ചയത്തിന്റെ എല്ലാ മറ്റ് അമ്യൂണിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ ഭവന പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. വീടുകളുടെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കും? മറുപടി ഇങ്ങനെ: അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന്. മഴയും കാലാവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ടുള്ള ചെറിയൊരു പ്രയാസമുള്ളൂ. ഇപ്പൊ നമ്മൾ ഫൗണ്ടേഷന്റെ പണി നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഗുണഭോക്താക്കൾ ആരൊക്കെ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തതയില്ല. ഏറ്റവും അത്യാവശ്യമുള്ളത് ആരാണ്, അവരെ നമ്മൾ ഒരു മുൻഗണനാക്രമത്തിൽ ഇവരെ നമ്മൾ പുനരധിവസിപ്പിക്കണം. എന്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി? പഴി മുൻ സർക്കാരിന്. തോട്ടഭൂമിയിൽ ദുരന്തബാധിതർക്ക് വീട് വെക്കുന്നതിന് തോട്ടഭൂമി എന്ന നിലയ്ക്കുള്ള നിയമപ്രശ്നങ്ങൾ ഇല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് എവിടെയും നല്ല തോട്ടഭൂമി എടുത്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് നിയമപ്രശ്നങ്ങൾ ഇല്ലാത്ത ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ കാലതാമസം വന്നു. അല്ലാതെ ഫണ്ട് തട്ടിപ്പിന്റെ പ്രശ്നമൊന്നുമില്ല. അല്പം നന്നായി വൈകിയെങ്കിലും വീടെവിടെ ഫണ്ട് എവിടെ കോൺഗ്രസ് എന്ന ചോദ്യത്തിൽ നിന്ന് തൽക്കാലം കോൺഗ്രസിന് രക്ഷ നേടാം. വയനാട്ടിൽ നിന്ന് സുധിഷാ ധർമ്മൻ. കണ്ടില്ലേ, അതാണ് ശരിക്കും ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഇത് പറയുന്നത്. എനിക്ക് സംശയം തോന്നി. അതാണ് ഞാനിപ്പോൾ വീണ്ടും ഇതൊന്ന് എടുത്ത് നോക്കിയത്. അതായത് ഫണ്ട് എവിടെ വീടെവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ കാണിച്ചു കൂട്ടുന്ന ചെറിയ പ്രഹസനങ്ങളും പ്രകടനങ്ങളുമാണ് ഇതെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവർ പണിയാം അല്ലെങ്കിൽ വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ 100 വീടുകളാണെങ്കിലും ആദ്യഘട്ടമായിട്ട് ഇവർ നിർമ്മിച്ച് നൽകാൻ പോകുന്നത് 18 വീടുകളാണ്. അവിടെ ആരെയൊക്കെ താമസിപ്പിക്കും, എന്നത്തേക്ക് വീടിൻ്റെ പണികൾ പൂർത്തിയാകും, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവും, ആർക്കാണ് മുൻഗണന നൽകുക, ഈ കാര്യങ്ങളിലൊന്നും ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത് താമസമുണ്ടായി, കാലതാമസം വന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അതിന് പറയുന്നത് എന്താണ്? പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതിനുള്ള അനുമതി തന്നിട്ടില്ല. ഭൂമിയുടെ മുകളിലുള്ള അനുമതിയോ അധികാരമോ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് കാലതാമസം വന്നത്. പക്ഷേ ഇങ്ങനെയല്ലല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ മറ്റുള്ള മന്ത്രിമാരും ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങളെല്ലാം ഒപ്പിട്ട് നൽകി, ചില കാര്യങ്ങളിൽ മാത്രം കുറച്ച് കറക്ഷൻസ് ഉണ്ട്, അതെല്ലാം കറക്റ്റ് ചെയ്ത് ഞങ്ങൾ അയച്ചു കൊടുത്തു, അതെല്ലാം ഉടനെ കിട്ടി. നിർമ്മാൺ കമ്പനിക്ക് ഉടനെ ഞങ്ങൾ നിർമ്മാണത്തിനുള്ള അനുമതി നൽകും, ഞങ്ങൾക്ക് പെട്ടെന്ന് വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കും, വിതിൻ ഡേയ്സിനകത്ത് നടക്കും. ഇതാണല്ലോ പറഞ്ഞത്. അവിടെയും പിണറായി വിജയൻ്റെ പേരില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സാറേ പിണറായി വിജയൻ്റെ പേര് ഈ ഒരു കാര്യത്തിൽ വരുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അവിടെ പടുത്തുയർത്തിയൊരു സാമ്രാജ്യം ഇപ്പോഴും കിടപ്പുണ്ട്. കുറേ ആളുകൾ കയറി താമസിച്ചു, കുറേ ആളുകൾക്ക് കയറി താമസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ കാര്യത്തെപ്പറ്റി എന്താണ് നിങ്ങളുടെ ഒരു തീരുമാനം? അല്ല, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്താണ്? അല്ല, നിങ്ങൾ എന്താണ് അതിനുവേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള മാർഗം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് കൂടി ഒരു ഉത്തരം നിങ്ങൾ തരണം. ഇതൊരു കൊങ്ങിയുടെ കരച്ചിലാണെന്നോ കമ്മിയുടെ കരച്ചിലാണെന്നോ സംഘിയുടെ കരച്ചിലാണെന്നോ സുഡാപ്പിയുടെ കരച്ചിലാണെന്നോ ജിഹാദിയുടെ കരച്ചിലാണെന്നോ ഒക്കെ ഏതവന് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ചൂരൽമലയിൽ പിണറായി വിജയൻ പടുത്തുയർത്തിയ ഒരു വലിയ സാമ്രാജ്യം, വയനാട് ടൗൺഷിപ്പ് എന്ന പേരിൽ നമ്മളെല്ലാവരും വിളിക്കുന്നൊരു സാമ്രാജ്യം, അവിടേക്ക് കയറി താമസിക്കാനായിട്ട് പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവരുടെ വീടുകളുടെ ബാക്കി അറ്റകുറ്റപ്പണികൾ ഈ സർക്കാർ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 142 ദിവസങ്ങൾക്ക് ശേഷം ഇവർ പറയുന്ന 18 വീടുകളുടെ പണി ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാകുമെന്നും എത്ര നാൾ ഇവരിതും കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമെന്നും, ഇത് വെറുതെ ഒരാളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടാണോ അതോ കേരളത്തിലെ ജനങ്ങളെല്ലാം വീണ്ടും മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമാണോ എന്നും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ല. മഴയുണ്ട്, വെയിലുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീട് നിർമ്മാണം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റില്ല. എന്നത്തേക്ക് കയറി താമസിക്കാൻ പറ്റുമെന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നൊരു മറുപടിയാണ്. അപ്പോൾ ഉടനെ ഒന്നും വീടിൻ്റെ പണി തീരില്ല, ഉടനെ ഒന്നും വീടിൻ്റെ പണി ഏകദേശം ഒന്നും ആവില്ല, കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര നാളാണ്? ഇനി 5 വർഷത്തിൽ ഇവർ ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് വരെയുള്ള സമയങ്ങളിൽ ഇവരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? പണ്ട് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ 1ാം പിണറായി സർക്കാരാണ് നല്ലത്, 2ാം പിണറായി സർക്കാർ വന്ന സമയത്ത് അധികാരത്തിന് പകരം ഇവർ ചെയ്യുന്ന അഹങ്കാരമാണെന്നും അഴിമതിയാണെന്നും ഒക്കെ വിമർശിച്ച ആളുകളുണ്ട്. എന്നാൽ ഇന്ന് UDF അധികാരത്തിൽ വന്ന് ഏകദേശം 2 മാസങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്? വന്നപ്പോൾ തന്നെ അഴിമതിയും അഹങ്കാരവും തോന്നിവാസവും ഒക്കെയല്ല കാണിക്കുന്നത്. ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ലെന്നേ. നമ്മുടെ സ്മൃതി പരുത്തിക്കുരുവുണ്ട്, ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അഹോരാത്രം പണിയെടുക്കുന്ന സതീശനാദികളെ വെളുപ്പിക്കുന്ന വൈറ്റ് വാഷ് ചെയ്യുന്ന കുറച്ച് ടീംസൊക്കെ ഉള്ള ചാനലുകളിലെ മുഖ്യ മാധ്യമ പ്രവർത്തക അല്ലേ? അപ്പോൾ സ്മൃതി പരുത്തിക്കുരുവിന് പോലും ഇന്നിപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വിഷയങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യം ഇവർക്കെല്ലാം ഉണ്ട്. ഇതും മറ്റുള്ള കാര്യങ്ങളിൽ പറയുന്നത് പോലെ, മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ പൂക്കികളുടെ മറ്റൊരു വിസ്മയമായിട്ട് തന്നെ തുടരും. പക്ഷേ ഇങ്ങനെയായിരുന്നോ പിണറായി വിജയൻ കേരളത്തിനെ നോക്കിയത്? അല്ലെങ്കിൽ കേരളത്തിലെ ദുരന്ത ബാധിതരെ നോക്കിയിരുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നോക്കിയിരുന്നത്? അവർക്കൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തമുണ്ടായതിൻ്റെ അടുത്ത ദിവസം മുതൽ അവർക്ക് വേണ്ടി വീടുകൾ നിർമ്മാണവും അവർക്ക് വേണ്ടുന്ന ആവശ്യ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുകയായിരുന്നല്ലോ അവരുടെ ഒരു മെയിൻ ഉദ്ദേശം. അതവർ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു.
ഈ ആഹാരം കൊടുക്കേണ്ടത് വിശക്കുന്ന സമയത്ത്, അവൻ്റെ വിശപ്പ് എപ്പോഴാണ് വരുന്നത് ആ സമയത്താണ് ആഹാരം കൊടുക്കേണ്ടത്. അല്ലാതെ വിശപ്പെല്ലാം കെട്ടുകഴിഞ്ഞ് പിന്നീട് അവന് വേറെ വഴികളിൽ കൂടിയെല്ലാം അവന് ആഹാരം ലഭിച്ചതിന് ശേഷം ഞങ്ങളും കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയ പ്രസക്തിയൊന്നുമില്ല, അല്ലെ വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ഇതൊക്കെ വെറുതെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പോരാട്ട നാടകങ്ങളാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ പാലിക്കുന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നൊരാശ്വാസം നമുക്ക്, അല്ലെ ആ ഒരു ആശ്വാസവാക്ക് നമുക്ക് പകരാം. പക്ഷേ ഇതെവിടെ ചെന്ന് എത്തി നിൽക്കും, അല്ലെ എന്തായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അവസാനം എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അത് ഇവരുടെ മന്ത്രിസഭയിലുള്ള ആളുകൾക്കും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കും ആ ഒരു സംശയം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും അനുഭവിക്കുക, വേറൊന്നും സംഭവിക്കാനില്ല, അല്ലെ വേറൊന്നും പറയാനുമില്ല.